ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ്? അടിമത്തം, സബ്മിഷൻ. ഒന്നാമത്തെ രസം അടിമത്തം, സബ്മിഷൻ. അദ്ദേഹം ഇംഗ്ലീഷ് പ്രൊഫസർ ആണല്ലോ പറഞ്ഞല്ലേ. ഞാൻ ബാക്കി പ്ലേ ചെയ്യാം. അടിമത്തം എന്ന് പറയുന്ന ഒരു മനോഭാവം, അതാണ് ഇസ്ലാം കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇസ്ലാം മൂർച്ഛിപ്പിക്കുന്ന മൊറാലിറ്റി. ആരോട് സബ്മിറ്റ് ചെയ്ത് നടക്കാന്ന് പറയാം. കുനിഞ്ഞു നിൽക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രവിചന്ദ്രൻ ഒരുതരം ചാക്യാർ കൂത്ത് നിലവാരത്തിൽ കുറെ പരദൂഷണ വാക്കുകൾ ഉപയോഗിച്ചൊന്ന് കളിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. സബ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ്. മനുഷ്യരെല്ലാവരും എന്തിനെയെങ്കിലും അനുസരിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ സമൂഹങ്ങൾ നിലനിൽക്കുള്ളൂ. ഇത് സോഷ്യൽ സയൻസിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. ഇവൻ നമ്മുടെ തന്നെ ഭരണകൂടത്തെയും ഭരണഘടനയും എല്ലാം എടുത്തു നോക്കാം. അത് ചെയ്യുന്ന ഒരു പണി എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യാതിരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോഡുകളുണ്ട്. ഇതിനനുസരിക്കാണ് നമ്മൾ ചെയ്യുന്നത്. സബ്മിഷൻ അടിമത്തം നിയമം മൂലം നിരോധിച്ച ഒരു രാജ്യത്തിനാണ് നിങ്ങൾ ഇത് പറയുന്നത്. അടിമത്തം നിയമം മൂലം നിരോധിച്ചൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ദൈവത്തിന് സമർപ്പിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടിമകളാണ് എന്ന രീതിയിലാണ് പറയുന്നത്. ദൈവത്തെ ആരാധിക്കുന്നു, സമർപ്പിക്കുന്നു. അതൊക്കെയാണ് പ്രശ്നം. എങ്കിൽ ഇവൻ അടിമത്തം നിരോധിച്ച ഈ നാട്ടില്, ഈ നമ്മുടെ നാട്ടില് ദൈവത്തെ ആരാധിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിന് സമർപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. ഒന്ന് ലീഗലാക്കുകയും മറ്റൊന്ന് ഇല്ലീഗലാക്കുകയും ചെയ്ത് അതേ രാജ്യത്ത് നിന്നാണ് ഈ മണ്ടത്തരം വിളിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ശരിക്കും മനുഷ്യരെല്ലാവരും എന്തിനെങ്കിലും അനുസരിക്കുന്നുണ്ട്. ഒരു റേപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ ഇലാഹാക്കുന്നത് പിന്നെ അവന്റെ ദേഹേച്ഛനെയാണ്. ഇപ്പൊ ഒരു കൊലപാതകിയാണെങ്കിൽ അവന്റെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തെ ആയിരിക്കും ഇലാഹാക്കുന്നത്. അപ്പം ദൈവത്തെ അല്ലാതെ ഇലാഹാക്കുന്നവർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പലതരത്തിലുള്ള ഭൗതികമായ അടിമത്തങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. അള്ളാഹുവിനെ അനുസരിക്കുന്നവർ അള്ളാഹുവിനെ മാത്രം അനുസരിക്കുന്നു. ആക്ച്വലി അടിമത്തങ്ങളിൽ നിന്നുള്ള വിമോചനമാണ് വാസ്തവത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഉണ്ടാകുന്നത്. പലതരം അടിമത്തങ്ങളിൽ പെട്ട് കിടക്കുന്ന ഒരാളാണ് പറയുന്നത് മുസ്ലിങ്ങൾ അവരുടെ സബ്മിഷൻ, അവരുടെ സിസ്റ്റം. അത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് നമ്മൾ ഓരോ നിമിഷവും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിനെ സബ്മിറ്റ് ചെയ്യണോ, അതല്ല സംഖ്യകൾക്ക് മുമ്പിൽ എന്താണ് അടിമപ്പെടണോ എന്നുള്ളത് മാത്രമാണ് രവിചന്ദ്രൻ ഒരു ഡയലോഗ എന്ന് പറയുന്നത്. സംഖ്യകൾക്ക് മാത്രമല്ല, ഒരുപാട് റൈറ്റ് വിങ്, ലിബറലിസം, എത്തിസം. ആരെങ്കിലും പിന്നെ ഇപ്പൊ ഈ ബൈമിയ കോഫി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ഈ പൈസ എന്ന് പറഞ്ഞാൽ പിരിവിന്റെ അടിയിൽ ഒരു 50 രൂപ ഇട്ട് എന്തെങ്കിലും പണി പറയാൻ പറഞ്ഞാൽ അതും ചെയ്യും. അമ്മാതിരി അടിമത്തം കൊണ്ട് നടക്കുന്ന ശിങ്കിടികളെ ഇടതും വലതും വെച്ചിട്ട് ആരിഫൊക്കെ ഇലക്ഷൻ സമയത്ത് ആദ്യം ബിജെപിയുടെ കൊടി പിടിച്ച് നടക്കും, കുറച്ച് LDF നടക്കും. അങ്ങനെ ഒരുപാട് ദൈവങ്ങളെ ഇലാഹാക്കി നടക്കുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ അർത്ഥത്തിൽ പറയാം.